ഞാൻ വാസുദേവൻ, ഒരു ഫോക്ലോർ ആർട്ടിസ്റ്റാണ്. പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന 2 കലകളാണ്. ഒന്ന് തിറ കൂതംകളി, പിന്നൊന്ന് ആട്ട് മുടിയാട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ. അച്ഛൻ, മുത്തച്ഛൻ അവരിൽ നിന്ന് കൈമാറി കിട്ടിയ ഈ കല കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ കല എന്ന് പറയുമ്പോൾ ഇതിന് വെറും കല എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. മനുഷ്യരും ദൈവങ്ങളും തമ്മിൽ സംവദിച്ചിരുന്ന ഒരു കാലത്തോളം പഴക്കമുള്ളൊരു കലയാണിത്. പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരാണ് തിറയും പൂതനും കെട്ടിയാറുണ്ട്. തിറ ഭഗവതിയെയും പൂതൻ ഭൂതഗണങ്ങളെയും അനുകരിക്കുന്നു. തട്ടകത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് തിറയും പൂതനും ഓരോ വീടുകളിൽ കയറിയിറങ്ങി തട്ടകത്തമ്മയുടെ വരവറിയിച്ച് അക്ഷതം വാരിയെറിയുന്ന ഒരു പതിവുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട്. അഹങ്കാരിയായ ദാരികൻ എന്ന അസുരന്റെ കഥ. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അസുര ചക്രവർത്തിയായ ദാരികൻ കഠിനവ്രതം അനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ദാരികന്റെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് 10,000 ആനകളുടെ ശക്തിയും ഭൂമിയിൽ പതിക്കുന്ന അയാളുടെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 10,000 ദാരികന്മാർ പുനർജനിക്കുമെന്നും അതുകൂടാതെ ഒരു സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടുകയുള്ളൂ എന്നുമുള്ള വരങ്ങൾ നൽകി. ഈ വരങ്ങളാൽ സർവ്വലോകവും കീഴടക്കിയ ദാരികൻ ദേവലോകവും കീഴടക്കി ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം സഹിക്കാനാവാതെ ദേവന്മാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും കണ്ട് സങ്കടം പറഞ്ഞു. വിഷ്ണുവിൻ്റെ ഉപദേശത്താൽ ശിവനെ പ്രാർത്ഥിച്ച് തങ്ങളെ സഹായിക്കണമേ എന്ന് ദേവന്മാർ അപേക്ഷിച്ചു. ശിവൻ നാരദനെ ദാരികനുമായി ഒരു ഒത്തുതീർപ്പിനായി അയക്കുകയും എന്നാൽ ക്രൂരനായ ദാരികൻ നാരദനെ അപമാനിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ ശിവൻ തൻ്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും സാക്ഷാൽ ഭദ്രകാളിയെ പ്രത്യക്ഷപ്പെടുത്തി. ഭീകരരൂപിയായ ഭദ്രകാളി കാളീകൂളികളെയും ഭൂതഗണങ്ങളെയും കൂട്ടി ദാരികനോടുള്ള യുദ്ധത്തിനായി തിരിച്ചു. അതിഘോരമായ യുദ്ധം തന്നെ നടന്നു. യുദ്ധത്തിൽ ഇറ്റുവീഴുന്ന ദാരികന്റെ ഓരോ തുള്ളി രക്തവും അശ്വശിരസും വ്യാളിയുടലും ചേർന്ന കാളീവാഹനമായ അശ്വവേദാളി തൻ്റെ നാവുകൊണ്ട് നക്കിയെടുത്തു. ആ വലിയ യുദ്ധത്തിൽ ദാരികനെന്ന നീചനായ അസുരനെ വധിച്ച് കാളിയും കൂട്ടരും വിജയാരവത്തോടെ കൈലാസത്തിലേക്ക് തിരിച്ചു. ഈ കഥയെ ആസ്പദമാക്കിയിട്ടാണ് തിറയും പൂതനും എന്നുള്ള കലാരൂപം ഉണ്ടായിട്ടുള്ളത്. തിറയും പൂതനും കൂടി ഓരോ വീടുകളിലും പോയി കയറിയിറങ്ങി കുട്ടിക്കടിച്ച് ദാരികനെ പോലുള്ള മറ്റ് മാറാവ്യാധികളോ ഈ വീട്ടിലോ ഈ ദേശത്തോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് അക്ഷതം വാരിയെറിഞ്ഞ് ഗൃഹസ്ഥരെ ആശ്വസിപ്പിച്ച് അവർ നൽകുന്ന ആ ദക്ഷിണയുമായിക്കൊണ്ടാണ് നമ്മൾ ഓരോ വീട്ടിലേക്കും പോയി തിരിച്ചു വരുന്നത്. പൂരത്തിൻ്റെ അന്ന് വെളുപ്പിന് ഒരു 2-3 മണിയോടുകൂടി പൂതനും തിറയും കെട്ടേണ്ട ആളുകൾ കുളി കഴിഞ്ഞ് വന്ന് കാലിൽ പൊടിയാട ധരിച്ച് കാൽക്കെട്ട് കെട്ടും. അത് കഴിഞ്ഞ് മുഖമെഴുത്തിന് ആദ്യം കൺമഷി കൊണ്ട് കണ്ണെഴുതി. കണ്ണെഴുത്തിന് ശേഷമാണ് ഭംഗിയിൽ മുഖമെഴുതുക. പിന്നീട് അടിമുണ്ടും ചുറ്റാടയും ധരിച്ച് അതിനു മുകളിൽ പൂഞ്ഞൊറി കെട്ടി അതിനെ തൂക്കുകൊണ്ട് മുറുക്കും. മുഖമെഴുത്ത് പോലെ തന്നെ മേലിൽ ചന്ദനവും മരിമാവും കൊണ്ടുള്ള കൂട്ടിപ്പൂശലും തിറയുടെ ഒരു കെട്ടിച്ചമേലാണ്. പൂതത്തിനാണെങ്കിൽ വൈക്കോൽ പൊതി കെട്ടി അതിനു മുകളിൽ കയറിട്ട് കരമുണ്ടുകൾ ഞൊറിഞ്ഞെടുത്ത് അരയിൽ കെട്ടിമുറുക്കും. ശേഷം വയറു പൊതിഞ്ഞ് ഭംഗിയിൽ കെട്ടിവെക്കും. പുറകിൽ പിടിക്കുന്നത് വെള്ളത്തുണിയോ അല്ലെങ്കിൽ വീരാളിപ്പട്ടോ ആയിരിക്കും. നെറുകിൽ 4-5 കരവച്ചടിച്ച മുണ്ട് ചെറിയ മടക്കുകളാക്കി മടക്കി ഞൊറിഞ്ഞ് വട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് ആലവട്ടം. അത് കഴിഞ്ഞ് മെയ്യാഭരണങ്ങളെല്ലാം ധരിക്കും. മെയ്യാഭരണം ധരിച്ച് മുഖത്ത് മുറിവ് വരാതിരിക്കാൻ താടിത്താപ്പ് വെച്ച് അതിനു മുകളിലാണ് പൂതൻ തലയിൽ കെട്ടി ഉറപ്പിക്കുന്നത്. അതിനുശേഷം പിൻപീലി കെട്ടും. പിൻപീലി പൂതത്തിൻ്റെ മുടിയായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാം കഴിഞ്ഞ് വാളും പരിചയം എന്ന സങ്കല്പത്തിൽ പൊന്തിയും പരിചയം കൊടുത്തു കഴിഞ്ഞാൽ പൂതത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു എന്നാണ്.
ഞാൻ വന്ന 55 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇതുവരെ തറയും പൂതനും ഒരു കൊല്ലെങ്കിലും മുടങ്ങിയിട്ടില്ല. 21 ദിവസം ആര്യങ്കാവിൽ അമ്മ നിലയിറങ്ങിയെന്നാ പറയുക. ഞങ്ങൾക്കൊക്കെ അങ്ങനത്തെ വിശ്വാസമാണ്. ഒരു പേടിയും പേടിക്കേണ്ട, പുറത്തിറങ്ങി നടക്കാൻ. മനുഷ്യരിലെല്ലാം ഉണ്ടാകേണ്ടതായിട്ടുള്ള ആ ആധ്യാത്മിക പുരോഗതി അത് പല രീതിയിൽ ഓരോ ആളുകളിൽ എത്തിച്ചേരുന്നു. അതിനുള്ളതാണ് ഇത്തരത്തിലുള്ള നാടൻ കലകൾ ഈ നാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാടൻ കലകൾ പടിയിറങ്ങാതെ കഴിച്ചത് ഇത്തരം ആളുകളുടെ ആ ഉറച്ച തീരുമാനത്തിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പനൂരത്തെ തറകളി എന്ന് പറഞ്ഞ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞ് വാസു, അത് അച്ഛൻ, പിന്നെ വല്യച്ഛൻ കുമാരൻ, ഈ രണ്ടുപേരായിരുന്നു പനൂർ തറകളി എന്ന് പറഞ്ഞത്. ഇവർ കയറാത്ത കാവുകളില്ല, ചവിട്ടാത്ത ചുവടുകളില്ല. അവർ കളിച്ചു വന്നത് നമുക്ക് വായ്ത്താരിയായിട്ട് പറഞ്ഞു തരാനും കൂടെ നിന്ന് കളിപ്പിക്കാനും കുറച്ച് നമ്മൾ പഠിച്ചെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഇനിയിപ്പോൾ വരും തലമുറയ്ക്ക് നമ്മളെന്തായാലും ഇത് കൈമാറുന്നുണ്ട്. ഒരിക്കലും നമ്മളിത് ഈ ഞങ്ങളോട് കൂടി എന്തായാലും അവസാനിപ്പിക്കും. ഏട്ടൻ്റെതാ മകൻ ഇപ്പോൾ മറ്റാരും ചെയ്യാണ്ട് ആദ്യമായിട്ട് എത്ര വയസ്സാ? അന്ന് 8 വയസ്സ്. 8 വയസ്സിൽ തറ കെട്ടി അരങ്ങേറ്റം കഴിച്ചു ആര്യങ്കാവിൽ വെച്ചിട്ട്. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ അച്ഛനും കൂടെ നിന്നിട്ട് എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിലും പൊട്ടുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും പറഞ്ഞു തരാനും കൂടെ നിന്നിട്ട് ഒരു രക്ഷാധികാരിയായിട്ട് ഞങ്ങളുടെ ആദ്യ ഗുരുവായിട്ടും എന്നും അച്ഛൻ കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ കൂടെ ഉള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. എൻ്റെ പേര് സുധീഷ് എന്നാണ്. ചെറിയ മാറ്റങ്ങളോട് കൂടി ഒന്നും കൂടി അച്ചടക്കം വരുത്തിയിട്ട് ഈ കലയെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കുട്ടികളെ പഠിപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് കേരള സർക്കാരിൻ്റെയും മറ്റേ സാംസ്കാരിക വകുപ്പും ചേർന്ന് ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികളുണ്ട്. അവരെയും പഠിപ്പിച്ച് നമ്മുടെ ഈ കല നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
കാലങ്ങൾക്കിപ്പുറം ഒരു നാടിൻ്റെ വിശ്വാസം, അതിൻ്റെ തനിമയോടും പെരുമയോടും കൂടി ഒരു തനതായ കലാരൂപത്തിൻ്റെ ഭാവത്തിൽ പല തലമുറകളിലൂടെ ഇന്നും അതിൻ്റെ ആത്മാവ് ഒട്ടും ചോരാതെ നിലനിൽക്കുന്നു.